ഹലോ മൈ ഡിയർ സോൾസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിത്ര ടാരോട്ട്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നൊരു വീഡിയോ ആണ്. എന്നോട് ഒരുപാട് DM ആയിട്ടും കമൻറ്റ് ബോക്സിലൊക്കെ ചോദിച്ചിട്ടുണ്ട്, മാം ഏഞ്ചൽ നമ്പേഴ്സിനെ കുറിച്ച് വീഡിയോ ചെയ്യുമെന്ന്. ഉറപ്പായിട്ടും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏഞ്ചൽ നമ്പേഴ്സിനെ കുറിച്ചിട്ടുള്ളതാണ്. അതേപോലെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ട് യൂസ്ഫുൾ ആവുമെന്നൊരു ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ഏഞ്ചൽസ് നമ്പേഴ്സ് എന്ന് പറയുന്നത് ദൈവിക സംഖ്യകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഓരോ ഏഞ്ചൽ നമ്പേഴ്സിനും അതിൻ്റേതായിട്ടുള്ള മീനിങ് ഉണ്ട്. ഏഞ്ചൽസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളുമുണ്ട്. അതുപോലെ ഏഞ്ചൽ നമ്പർ എന്ന് പറയുന്നത് ആവർത്തിച്ച് വരുന്ന സംഖ്യകളെയാണ് പറയുന്നത്. 111, 222, 333 ഇങ്ങനെ പോലുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു സംഖ്യ ചിലപ്പോൾ നമ്മൾ ക്ലോക്കിൽ കാണാം, അല്ലെങ്കിൽ നമ്മുടെ ഫോണിലോ വണ്ടിയുടെ നമ്പറായിട്ടോ ഒക്കെ നമ്മൾ ഡിസ്പ്ലേ ആയിട്ടൊക്കെ പല ടൈമിലും പല രീതിയിലും നമുക്ക് ഈ നമ്പേഴ്സ് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാം. ഈ ഒരു നമ്പറിലൂടെ എന്താണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതെന്ന് വെച്ചാൽ ഹയർ സെൽഫിൽ നിന്ന്, അതായത് ഏഞ്ചൽസ് നിന്നും യൂണിവേഴ്സിൽ നിന്നും നിങ്ങളോട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സന്ദേശങ്ങൾ അയക്കുകയാണ് ഈ നമ്പറിലൂടെ. നമ്മൾ മെയിനായിട്ടൊരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ 111 എന്ന് പറയുന്ന, അതായത് 111 എന്ന് പറയുന്ന നമ്പറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇപ്പം 111 ഏഞ്ചലിൻ്റെ നമ്പറിൻ്റെ മീനിങ് നമുക്ക് ജസ്റ്റ് ഒരു 2 സെൻറ്റൻസിൽ പറയാം. പക്ഷെ അത് മാത്രമല്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, വർക്കിൽ, നിങ്ങളുടെ കരിയറിൽ, നിങ്ങളുടെ കറണ്ട് ലൈഫിൽ, അങ്ങനെ പല ഏരിയാസിലും പല മീനിങ്സാണ് ഈ നമ്പറിൽ വരുന്നത്. ഓരോ നമ്പറിലും ഇതേപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനിങ്സിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഫുള്ളും 111 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പറിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ബാക്കി നമ്പേഴ്സിനെ കുറിച്ച് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതായത് അടുത്തൊരു വീഡിയോ 222, 222 എന്ന നമ്പറിൻ്റെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ മാത്രമേ 222ൻ്റെ വീഡിയോ ഞാൻ ചെയ്യത്തുള്ളൂ. അതേപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനൊക്കെ റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ പറയുക. അതേപോലെ 222ൻ്റെ വീഡിയോ വേണം ഒരാൾ കമൻറ്റ് ചെയ്താൽ പോലും ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് 111 എന്ന നമ്പർ എന്താണ്, ഏഞ്ചൽ നമ്പർ എന്നിട്ട് നിങ്ങളുടെ ലൈഫായിട്ട് നിങ്ങൾക്ക് തരുന്ന സന്ദേശം, മെസ്സേജ് എന്താണെന്ന് നോക്കുന്നത്. ഈ നമ്പറിൻ്റെ മീനിങ് എന്ന് പറയുന്നത് പുതിയ തുടക്കം, അതേപോലെ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ, ഉറപ്പുള്ള മനസ്സിൻ്റെ ആ ഒരു സിറ്റുവേഷൻ, ഇതിനെയൊക്കെയാണ് നമ്മൾ 111 എന്ന നമ്പറിനെ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ മനസ്സിലുള്ള ചിന്തകൾ വേഗതയിൽ, അതായത് യാഥാർത്ഥ്യത്തിൽ സംഭവിക്കാനായി പോകുന്നു. അതായത് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ ആ ഒരു കാര്യം മാനിഫെസ്റ്റ് ആവുന്നു. നിങ്ങളിപ്പം റിലേഷൻഷിപ്പിനെ കുറിച്ച്, നിങ്ങളുടെ വ്യക്തിയായിട്ട് നിങ്ങൾ ഒരുമിക്കും, അല്ലെങ്കിൽ എൻ്റെ വ്യക്തിയായിട്ടുള്ള വിവാഹം, മാരേജ് നടക്കും എന്നൊരു കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലൂടെ ചിന്ത കടന്നു പോകുന്ന സമയത്താണ് ഈ ഒരു നമ്പർ കാണുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു കാര്യം മാനിഫെസ്റ്റ് ആവും, യാഥാർത്ഥ്യമാകും എന്നൊരു കാര്യമാണ് ഏഞ്ചൽസ് നിങ്ങൾക്ക് മെസ്സേജായിട്ട് തരുന്നത്. അതുപോലെ സ്പിരിച്വലായിട്ടുള്ള, ആത്മീയമായിട്ടുള്ള അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഹയർ സെൽഫ്, യൂണിവേഴ്സ് അല്ലെങ്കിൽ ഡിവൈൻ ഗൈഡ്സ് നിങ്ങളുടെ സമീപത്തുണ്ട്. നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. അതായത് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം, ഇപ്പോൾ നിങ്ങൾ കൃഷ്ണനെ ആണോ, മഹാദേവനെ ആണോ, വേറെ ഏത് ദൈവത്തെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്, ആ ഏത് ദൈവമാണോ, ഇപ്പോൾ ജീസസ് ആയാലും, നമ്മളൊരു കാസ്റ്റ് വെച്ച് പറയുന്നില്ല, അള്ളാഹു ആയാലും, ആരായാലും നിങ്ങൾ ഏത് ദൈവത്തെയാണോ വിശ്വസിക്കുന്നത്, ആ ഒരു ഹയർ സെൽഫ് നിങ്ങളുടെ തൊട്ടരികിലുണ്ട്, നിങ്ങളുടെ സമീപത്ത് തന്നെ ഉണ്ട്, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട്. അതാണ് ആത്മീയമായ അർത്ഥത്തിൽ ഫസ്റ്റ് വരുന്നൊരു മെസ്സേജ്. രണ്ടാമത്തേന്ന് പറയുന്നത്, നിങ്ങളൊരു സ്പിരിച്വൽ അവേക്കനിങ് പ്രക്രിയയിലാണ്. സ്പിരിച്വലായിട്ട് നിങ്ങൾ ഉണർന്നുകൊണ്ടിരിക്കുകയാണ്. ആത്മീയമായിട്ട് നിങ്ങൾ കുറേയും കൂടെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. യൂണിവേഴ്സായിട്ട് നിങ്ങൾ ഒരുപാട് അടുക്കുന്നു. അവേക്കനിങ് പീരീഡ് കൂടാണ് നിങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങളുടെ സിക്സ് സെൻസ്, ഇൻറ്റ്യൂഷൻ വളരെയധികം പവർഫുൾ ആവുന്നുണ്ട്, ഷാർപ്പൺ ആവുന്നുണ്ട് എന്നൊരു മീനിങ്ങും ഉണ്ട്. അടുത്തതായിട്ട് നിങ്ങളുടെ സോൾ പർപ്പസ്, അതിലേക്കുള്ള ഡോർവേ, അതായത് ആ ഒരു ഡോർ നിങ്ങളിലേക്ക് ഓപ്പൺ ആവാൻ വേണ്ടി പോകുന്നത്. നിങ്ങളുടെ സോൾ പർപ്പസ് എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് ആ ഒരു റൈറ്റായിട്ടുള്ള പാത്തിലേക്ക് നിങ്ങൾ കടന്നു പോകുന്നതായിട്ടൊരു മീനിങ്ങും സ്പിരിച്വലായിട്ടുള്ളത് വരുന്നുണ്ട്. ഇൻ റിയൽ ലൈഫിൽ നോക്കുന്ന സമയത്ത് 111 എന്ന നമ്പർ മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു ജോലി ലഭിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കറണ്ടിലുള്ള ജോലിയിൽ നിന്ന് നിങ്ങൾക്ക് പ്രൊമോഷൻ ലഭിക്കുന്നതായിരിക്കും. അതേപോലെ ഇപ്പം നിങ്ങൾ സിംഗിളായിട്ട് നടക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു ബന്ധം പുതിയതായിട്ട് നിങ്ങൾക്ക് തുടങ്ങാൻ സാധ്യതയുണ്ട്. അതേപോലെ റീകൺസിലേഷൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നിങ്ങളുടെ വ്യക്തിയായിട്ടുള്ള ഒരുമിക്കും, വീണ്ടും നിങ്ങളുടെ വ്യക്തിയായിട്ട് നിങ്ങൾ വീണ്ടും റീകൺസിലേഷൻ ആവും എന്നൊരു കാര്യം ഇതിനകത്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്.
അതേപോലെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ, മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷനായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മെത്തേഡ്സൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാനിഫെസ്റ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്, അതായത് പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് എന്നൊരു കാര്യമാണ്. ഇപ്പം എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇഷ്ടപ്പെട്ടൊരു ഡിഷ് ഉണ്ടാക്കുന്നു. സോ അതിൻ്റെ സ്റ്റാർട്ടിങ് നിങ്ങൾ അതിൻ്റെ ഓരോ എലമെൻറ്റ്സും അതിന് വേണ്ടുന്ന എല്ലാം ഇട്ട് ആഡ് ചെയ്താണല്ലോ പോകുന്നത്. അതേപോലെ നിങ്ങളൊരു കാര്യം ആഗ്രഹിക്കുമ്പം അത് മാനിഫെസ്റ്റ് ആവണമെങ്കിൽ അതിന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണമല്ലോ. സോ നിങ്ങൾ ആഗ്രഹിക്കുന്നൊരു കാര്യം അത് മാനിഫെസ്റ്റ് ആവാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നു. അതേപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാലങ്ങളായിട്ട് നിൽക്കുന്നൊരു പ്രശ്നം, അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ വേണ്ടി നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ നിങ്ങൾക്ക് കടക്കാൻ വേണ്ടി കഴിയുന്നില്ല. ആ ഒരു കാര്യത്തിൽ നിന്ന് യൂണിവേഴ്സ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ജെൻറ്റിലി അതിൽ നിന്ന് പുഷ് ചെയ്ത് മാറ്റുന്നു, അതായത് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് നിങ്ങളുടെ ലൈഫിൽ നിന്ന് തന്നെ നീക്കം ചെയ്യുന്നു. അടുത്തതായിട്ട് നിങ്ങൾ ഏഞ്ചൽ നമ്പർ കാണുന്ന സമയത്ത് ഈ ഒരു 111 എന്ന് പറയുന്ന 111 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ കാണുന്ന സമയത്ത് നിങ്ങൾ എന്താണ് നിങ്ങൾ ആ ഒരു സമയത്ത് ചെയ്യേണ്ടത് എന്നൊരു കാര്യമാണ്. സോ ആ ഒരു കാണുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ആ ഒരു നിമിഷത്തേക്ക് നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവായിട്ട് ചിന്തകളുണ്ടെങ്കിൽ ഒഴിവാക്കുക. അതേപോലെ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് കൊടുക്കാം. നിങ്ങൾ ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ലൈഫ് പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് നിങ്ങൾ കൊടുക്കുക. ഇപ്പം എക്സാമ്പിളായിട്ട് അഫർമേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാനിവിടെ ഡിസ്പ്ലേ തന്നെ കൊടുക്കാം. നിങ്ങൾക്ക് പറയാം, മൈ തോട്ട്സ് ക്ലിയർ മൈ റിയാലിറ്റി, അതേപോലെ തന്നെ നോ ബിഗിനിങ്സ് ഫ്ലോ ഇൻ ടു മൈ ലൈഫ് എഫേർട്സ്ലി. സോ ഇങ്ങനത്തെ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് കൊടുക്കുക. ഈ അഫർമേഷൻസൊക്കെ തന്നെ ഞാൻ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്താൽ മതി, കമൻറ്റ് ബോക്സിലായാലും ഞാൻ കൊടുക്കാം. അതേപോലെ ഈ ഒരു ഏഞ്ചൽ നമ്പർ നിങ്ങൾ ലൈഫ് റിപ്പീറ്റായിട്ട്, അതായത് ഒരു ദിവസം റാൻഡംലി നിങ്ങൾ 20 ടൈംസോ 30 ടൈംസൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ തുടങ്ങുക. അതായത് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ഡേ സംഭവിച്ചിട്ടുള്ള 3 പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങൾ ഒരു ബുക്കിൽ എഴുതുക, അത് നന്ദിയോടുകൂടി അറിയിക്കുക. ഇപ്പം നിങ്ങൾക്ക് ഒരു 1000 രൂപ വേണം, എനിക്ക് ഒരു 1000 രൂപ ഇന്നത്തെ ഒരു ദിവസം, അല്ലെങ്കിൽ 1000 രൂപ എനിക്ക് ജൂൺ 3, 2025 ലഭിച്ചിരിക്കുന്നു, യൂണിവേഴ്സിന് നന്ദി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ജേണലിൽ എഴുതാം. ഞാനൊരു എക്സാമ്പിളാണ് പറഞ്ഞത്. നിങ്ങൾ എന്ത് കാര്യമാണോ ആഗ്രഹിക്കുന്നത് ഓൾറെഡി നിങ്ങളുടെ ലൈഫിലേക്ക് അത് വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഓൾറെഡി നിങ്ങളുടെ ലൈഫിലേക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്ന രീതി അഫർമേഷൻസ്, മാനിഫെസ്റ്റേഷൻസ് നിങ്ങൾ എഴുതുക. ഇപ്പം ഒരുപാട് പേര് ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് ഈ ഒരു നമ്പർ നിങ്ങളുടെ ലവ് ആൻഡ് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ മെയിനായിട്ട് എന്ത് മീനിങ് ആണ് നിങ്ങൾക്ക് തരുന്നതെന്ന്. ഓക്കെ, സോ ഇതൊരു സോൾമേറ്റ് ആയിട്ട് ട്വിൻ ഫ്ലെയിം എനർജിയാണ് ആകർഷിക്കുന്നത്. അതായത് ഈ നമ്പർ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയായിട്ട് നിങ്ങൾക്കൊരു സോൾമേറ്റ് എനർജി ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ട്വിൻ ഫ്ലെയിം എനർജി ഉണ്ട് എന്നതിൻ്റെ ഒരു ആകർഷിക്കുന്ന ആ ഒരു ട്വിൻ ഫ്ലെയിം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നു. ഇപ്പം നിങ്ങൾ സിംഗിളായിട്ട് ഇരിക്കുന്നുണ്ട്, നിങ്ങളുടെ വ്യക്തിയെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോകുന്ന ഒരു വ്യക്തി ട്വിൻ ഫ്ലെയിം ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സോൾമേറ്റ് ആയിട്ടൊരു വ്യക്തി ആയിരിക്കാം. ഒരിക്കലും നിങ്ങളുടെ കാർമിക്കായിട്ടൊരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതായിരിക്കത്തില്ല. സോ അതേപോലെ തന്നെ ഇതിനകത്തൊരു നെഗറ്റീവായിട്ടുള്ള വേർഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പഴയ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കാർമിക്കാണെന്ന് ഏതെങ്കിലും ടാരോ റീഡേഴ്സിൽ നിന്നോ നിങ്ങൾക്ക് സ്വയം തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കാർമിക്കായിട്ട് റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു മെസ്സേജായിട്ട് തരുന്നുണ്ട്. ഒരിക്കലും സോൾമേറ്റോ ട്വിൻ ഫ്ലെയിമിൽ നിൽക്കുന്നവർക്കൊരു ഇൻഡിക്കേഷൻ അല്ല വരുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിനകത്തൊരു നെഗറ്റീവ് സൈഡ്. കാർമിക്കാണെന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് വിശ്വാസം ഉണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഈ കാർമിക്കായിട്ടൊരു ബന്ധം നിങ്ങൾ അവസാനിപ്പിക്കൂ എന്നൊരു ഗൈഡൻസാണ് ഇതിലൂടെ നിങ്ങൾക്ക് തരുന്നത്. അതേപോലെ നിനക്ക് അറിയേണ്ട കാര്യത്തിൽ എന്ത് മീനിങ് ആണ് ഈ ഒരു നമ്പറിലൂടെ വരുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് വേണ്ട റൈറ്റായിട്ട് ഡയറക്ഷനിലേക്ക് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യാൻ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് ഇൻഡിക്കേഷൻ തരുവാണ്. അതായത് നിങ്ങളിപ്പം പോയിക്കൊണ്ടിരിക്കുന്ന കരിയറിൽ നിന്ന് നിങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് സ്റ്റെപ്പ് വെക്കുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു സക്സസ്സിലേക്ക് എത്തിത്തരാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതേപോലെ ഈ ഒരു സമയത്ത് നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും പ്രോജക്റ്റോ അല്ലെങ്കിൽ ഇപ്പം വർക്ക് ചെയ്യുന്നവരാണെങ്കിലും പഠിക്കുന്നവരാണെങ്കിലും നിങ്ങളിപ്പം പോയിക്കൊണ്ടിരിക്കുന്ന പാത്തിനൊക്കെ കുറച്ചും കൂടെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുക. അതിലേക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടൊരു കാര്യം ചെയ്യുമോ, ഒരു ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമോ എന്നൊരു കാര്യമാണ് ഇവിടെ വരുന്നത്. സോ നിങ്ങൾ അതുവരെ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടും പ്രതിസന്ധിയൊക്കെ തരണം ചെയ്യാനുള്ള ശേഷി യൂണിവേഴ്സ് നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് ആ ഒരു കാര്യം ഏറ്റവും ബുദ്ധിമുട്ട് ഈ ഒരു കാര്യം നിങ്ങൾ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വഴി സഞ്ചരിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ ഈ ഒരു കാര്യം എനിക്കിന്ന് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ കാര്യം ഞാൻ അച്ചീവ് ചെയ്യണമെങ്കിൽ അത് കുറച്ച് ടാസ്ക്കാണ് എനിക്ക് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. ആ ഒരു ടാസ്ക് നിങ്ങൾ ഏറ്റെടുക്കുക എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് അത് നിങ്ങൾക്ക് വളരെ വേഗത്തിൽ തന്നെ അച്ചീവ് ചെയ്ത് തരുന്നതായിരിക്കും. ഫൈനലായിട്ട് എൻ്റെ സമ്മറിയായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു 111 ഏഞ്ചൽ നമ്പർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയൊരു പാതയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാമെന്ന്. നിങ്ങൾ കരുതുന്ന പോലെ എല്ലാം സംഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതായത് നിങ്ങൾ മുന്നോട്ട് പോകണം, സ്റ്റക്ക് ചെയ്ത് നിൽക്കരുത്. ലൈഫ്
മസ്റ്റ് മൂവ് ഓൺ. ഓക്കെ, സോ നിങ്ങൾ മുന്നോട്ട് തന്നെ പോകും. ഒരിക്കലും നിങ്ങൾ സ്റ്റക്ക് ചെയ്ത് നിൽക്കുക. നിങ്ങളിപ്പോൾ ഏത് കറണ്ട് സിറ്റുവേഷൻ നെഗറ്റീവ് ആയിക്കോട്ടെ, നിങ്ങളുടെ ലൈഫിലെല്ലാം നഷ്ടപ്പെട്ടു പോയി, ഇനി നിങ്ങൾക്കൊരു ജീവിതമേ ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ ആത്മഹത്യയുടെ വക്കിലായിരിക്കും നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധം അവസാനിച്ചു പോയിട്ട് നിങ്ങൾക്കിനി ഒരു റിലേഷൻഷിപ്പ് പറ്റത്തില്ല, നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് തിരിച്ച് കിട്ടത്തില്ല, നിങ്ങളുടെ ലൈഫ് തന്നെ എൻഡായ ഒരു അവസ്ഥയിൽ കൂടെ ആയിരിക്കും നിങ്ങൾ കടന്നു പോകുന്നത്. പക്ഷേ നിങ്ങൾ അവിടെ സ്റ്റക്കായി നിൽക്കാൻ വേണ്ടി പാടില്ല. ലൈഫ് മസ്റ്റ് മൂവ് ഓൺ. നിങ്ങളൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കൂ. നിങ്ങളോട് ഒരു 10 സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ദൂരം സഞ്ചരിക്കാനോ അല്ല പറയുന്നത്. നിങ്ങൾ ലൈഫ് ഇപ്പോൾ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആൾക്കാരോടാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എന്താണ് നിങ്ങളുടെ ലൈഫ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. എത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും, എത്രയൊക്കെ പ്രാർത്ഥന നടത്തിയിട്ടും, വഴിപാടുകൾ നടത്തിയിട്ടും, പൂജ നടത്തിയിട്ടും ഒന്നും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊരു ബലം ഉണ്ടാവുന്നില്ല. എന്താണ് യൂണിവേഴ്സ് ഒന്നും കേൾക്കാത്തത്, എന്താണ് ദൈവങ്ങൾ എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തതെന്ന് ആലോചിച്ച് നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോവൂ, മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കൂ. നിങ്ങൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുകയെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളുടെ കൈ പിടിച്ച് ബാക്കി സ്റ്റെപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും. സോ ഇത്രയാണ് ഇന്നത്തെ ഒരു വീഡിയോക്കകത്തുള്ളത്. സോ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏഞ്ചൽ നമ്പർ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ 222 ഇതേപോലെ ഡീറ്റെയിൽ ആയിട്ട് റീഡിങ് വേണമെന്നൊരു നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്താൽ മാത്രമേ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും, നിങ്ങൾക്ക് ഇത്രയും ടൈം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്.